ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സ്വാതന്ത്ര്യദിന ചടങ്ങിലൊക്കെ പങ്കെടുത്തു. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ദാക്ഷായണി വേലായുധൻ്റെ പേര് പരാമർശിച്ചു. സത്യത്തിൽ കേരളത്തിലുള്ളവർക്ക് ഒരു അത്ഭുതവും ഒരു സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു പരാമർശമായിരുന്നു എന്നാണ് കരുതുന്നത്. മാഷ് ശ്രദ്ധിച്ചിരുന്നത്? ഞാൻ കേട്ടിരുന്നു. എനിക്ക് ഏറ്റവും നമ്മൾ പറയല്ലോ, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറയുമല്ലോ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. വള്ളത്തോൾ പറഞ്ഞ് എത്ര കൃത്യം നല്ല. ഇന്നലെ എനിക്ക് നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടപ്പോൾ കേരളത്തിന് അഭിമാനിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം അത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഇന്നലത്തെ സ്വാതന്ത്ര്യദിന പ്രഭാഷണം പല കാരണങ്ങളാൽ വ്യത്യസ്തമായിരുന്നു. ഇന്ത്യയുടെ വളർച്ച കാണിക്കുന്നത്, ഈ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തികമായ നടപടികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ബദൽ നടപടികൾ, അവിടുന്ന് നമുക്ക് വലിയ താരിഫ് ഭീഷണി വരുമ്പോൾ ഇവിടെ ടാക്സേഷൻ കൊണ്ട് നമ്മുടെ നികുതി ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് എങ്ങനെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന നയം, പാകിസ്ഥാനും ഭീകരവാദികൾക്കും കൊടുക്കാനുള്ള മറുപടി, ഒപ്പം ആ കൂട്ടത്തിൽ വിവാദപരമായ ചിലത് കൂടി. ഇപ്പോൾ RSSൻ്റെ 100ാം വാർഷികം നടക്കുമ്പോൾ തന്നെ താനാക്കിയ വഴി മറക്കാതെ RSSന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ, RSSന് അർഹിക്കുന്ന ഒരു നന്ദി പറയാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത്. തീർച്ചയായിട്ടും വിവാദം ഉണ്ടാവട്ടെ. അദ്ദേഹം അല്ലാതെ ആരാണ് വേറൊരു പ്രധാനമന്ത്രി RSSനെ പരാമർശിക്കാൻ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് കേരളീയൻ എന്ന നിലയിൽ ഇന്നലെ ഏറ്റവും അഭിമാനം തോന്നിയത് പലരും മറന്നുപോയ ഒരു അധ്യായം മലയാളിക്ക് വേണ്ടി അദ്ദേഹം ഓർത്തെടുത്തു എന്നതാണ്. അപൂർണമാണെന്ന് പറയാം. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഓർക്കാറുള്ളത് ആരാണ് ഭരണഘടന നിർമ്മിച്ചത്. ആദ്യം നമ്മൾ ഒറ്റ പേരെ നമ്മൾ ഓർക്കുള്ളൂ, അത് BR അംബേദ്കറാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അംബേദ്കർ. അദ്ദേഹം രാവും പകലും അതിനുവേണ്ടി പണിയെടുത്തു എന്നുള്ളതൊക്കെ ശരിയാണ്. അതിനെ നമ്മൾ ഒട്ടും കുറച്ച് കാണുന്നില്ല. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു വ്യക്തിയായിരുന്നില്ല. 300ഓളം പേരായിരുന്നു. എൻ്റെ ഓർമ്മ 299 പേരോ മറ്റോ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. അതിൽ പലപ്പോഴും ചടങ്ങിന് വേണ്ടിയും പ്രാതിനിധ്യത്തിന് വേണ്ടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചവരാണ് കമ്മിറ്റി. അറിയാലോ, ഇപ്പോൾ പാർലമെന്റ് ഒരു രാജ്യത്തിന്, അതും ഈ രാജ്യമല്ല, നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒന്നായിരുന്ന ഒരു മഹാരാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു സമിതി ഉണ്ടാക്കുമ്പോൾ പലതരത്തിലുള്ള പ്രാതിനിധ്യം, സാമുദായിക പ്രാതിനിധ്യം, പ്രാദേശിക പ്രാതിനിധ്യം, പാർട്ടി പ്രാതിനിധ്യം ഒക്കെ കൊടുത്തിട്ടാണല്ലോ. അപ്പോൾ 200 പേരുണ്ടായില്ല, 299 പേര്. അതിൽ വനിതകളുണ്ടായിരുന്നു എന്ന് ആരും അന്വേഷിക്കാറില്ല. ഞാൻ ആദ്യമായിട്ടത് കണ്ട് ഞെട്ടിപ്പോയത് ഒരു പുസ്തകം, കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ അച്യുത് ചേതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു വലിയ പുസ്തകം അദ്ദേഹം ഒരിക്കൽ ഞാൻ ഇങ്ങനെ ബുക്ക് ഷെൽഫുകളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണിൽ പെട്ടതാണ്. ദ മദേഴ്സ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അമ്മമാർ. അങ്ങനെ ഒന്നുണ്ടോ എന്ന് ഞാൻ ആദ്യമായിട്ട് അറിയണം. അപ്പോൾ ആ പുസ്തകം വളരെ ഗവേഷണാത്മകമായൊരു പ്രബന്ധമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പുരുഷന്മാർ മാത്രമല്ല, ഒരുപക്ഷെ അവരെക്കാൾ മികച്ച സംഭാവന ചെയ്ത സ്ത്രീകൾ, 11 സ്ത്രീകളെക്കുറിച്ചുള്ള വർക്കാണ്. അതിൽ കേരളത്തിൽ നിന്ന് 3 പേരുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടത് അപ്പോഴാണ്. ആകെ ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കിയതിൽ പങ്കുവഹിച്ച 11 അമ്മമാരെ എടുക്കുമ്പോൾ അതിൽ 3 പേര് മലയാളിയാണ്. അപ്പോൾ അഭിമാനിക്കാൻ അതിലപ്പുറം എന്താ നമുക്ക് വേണ്ടത്? അതിലൊരാളെ ഇന്നലെ പ്രത്യേകം, ആ 3 പേരിൽ 2 പേർ പല കാരണങ്ങളാൽ പ്രസിദ്ധരാണ്. അതും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ജാതി പ്രാതിനിധ്യം. ഈ 3 പേര് ആരൊക്കെയാണെന്ന് ഓർക്കാം നമുക്ക്. അതിലൊന്ന് അമ്മു സ്വാമിനാഥനാണ്. അമ്മു സ്വാമിനാഥൻ ആരാന്നറിയോ? ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ അമ്മയാണ്, പാലക്കാട്ടുകാരിയാണ്, ആനക്കരക്കാരിയാണ് അമ്മു സ്വാമിനാഥൻ. അപ്പോൾ അവർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അവരുടെ പേര് ചരിത്രത്തിൽ ആവശ്യത്തിനെങ്കിലും ഉണ്ട് എന്ന് പറയാം. അമ്മു സ്വാമിനാഥൻ. രണ്ടാമത്തെ ആള് ആനി മസ്ക്രീനാണ്. ആനി മസ്ക്രീന് ഇപ്പോൾ ക്രിസ്ത്യൻ പ്രാതിനിധ്യം മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിൽ തൻ്റേതായ പങ്കുവഹിച്ച ഒരാളാണ്. ആനി മസ്ക്രീനുണ്ട്. അതേ സമയത്ത് മൂന്നാമത്തെ ആളാണ് ദാക്ഷായണി വേലായുധൻ. ഇന്നലെ ഞാൻ അത്ഭുതപ്പെട്ട കാര്യം, നരേന്ദ്രമോദി ഓർത്തത് ആദ്യത്തെ 2 പേരെയല്ല, അവസാനത്തെ ആളെയാണ്, ദാക്ഷായണി വേലായുധൻ. ഒരുപാട് പ്രാധാന്യം ഉണ്ടായിന്. അതിൻ്റെ കാരണം, ഒന്ന്, നരേന്ദ്രമോദി OBC-കാരനാണ്. മാത്രമല്ല ചരിത്രം കൂടി സ്ത്രീയാണ്. അവരെ നമ്മൾ ഒട്ടും കുറച്ച് ഇന്ത്യ ചരിത്രം എഴുതുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എഴുതുമ്പോൾ എവിടെയെങ്കിലും ഒരു പാരഗ്രാഫിൽ ഒതുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ദാക്ഷായണി വേലായുധനെ കുറിച്ച് മാത്രം എഴുതേണ്ടതുണ്ട്. ദാക്ഷായണി വേലായുധൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ലാത്ത കാലത്ത് ആദ്യമായി ഇന്ത്യ ചരിത്രത്തിൽ ബ്ലൗസ് ഇട്ട് നടന്ന സ്ത്രീയാണ് അവർ. അത് ചെറിയ ചരിത്രമല്ലല്ലോ. ഇന്ത്യയുടെ ഒരു സാമൂഹ്യ പുരോഗതിയിൽ വലിയ ചരിത്രമാണ്. ഒന്ന്, അവർ വലിയ പൊതുപ്രവർത്തകയായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് വന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തൻ്റേതായ പങ്കുവഹിച്ച 3 മലയാളികളിൽ ഒരാൾ ദാക്ഷായണി വേലായുധനാണ്. ദാക്ഷായണി വേലായുധൻ പിന്നോക്ക സമുദായക്കാരിയുമാണ്. അപ്പോൾ നരേന്ദ്രമോദി ഇന്നലത്തെ പ്രസംഗത്തിൽ
ഈ ഭരണഘടന നിർമ്മിച്ച സ്ത്രീകളെ ഓർക്കുമ്പോൾ ദാക്ഷായണി വേലായുധനെ ഓർത്തു എന്ന ചെറിയ കാര്യമല്ല. മലയാളി മറന്നുപോയ ഒരു വലിയ അധ്യായത്തെ നരേന്ദ്രമോദി ഇന്നലെ ഉയർത്തി കാണിക്കുകയാണ് ദേശത്തിന് മുമ്പിൽ. അല്ലയോ മലയാളികളെ, നിങ്ങൾക്ക് ഈ വില കുറഞ്ഞ ഒരുപാട് വാഗ്വാദങ്ങൾക്കിടയിൽ നിങ്ങൾ ഓർക്കേണ്ട പലതും ഓർക്കുന്നില്ല. നിങ്ങളുടെ അമ്മമാരിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട, ലോകത്തിന് മുമ്പിൽ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കേണ്ട പേരുകൾ നിങ്ങൾ മറന്നുപോകുന്നു എന്ന് ഈ മലയാളി നാട്യമുണ്ടല്ലോ, നമ്മുടെ മലയാളിയുടെ ബോധത്തിൻ്റെ നാട്യം, എന്താണ് പറയുക, നമ്മൾ പുരോഗതിയുടെ നാട്യം, നമ്മുടെ എല്ലാവരെക്കാളും മുമ്പെയാണല്ലോ. എവിടെയാണ് നിങ്ങളുടെ നാട്യം എന്ന് വളരെ കൃത്യമായിട്ട് ഈ നമ്മുടെ മലയാളികളുടെ മുഖത്തടിക്കും പോലെയാണ് ഇന്നലെ നരേന്ദ്രമോദി ചോദിച്ചത്. അത് തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, എൻ്റെ അറിവിൽ ഇതിനു മുമ്പൊരിക്കലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയോ പ്രസിഡന്റിൻ്റെയോ ഈ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ 2 പ്രസംഗങ്ങളാണല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ ഉണ്ടാവുക. തലേന്ന് രാത്രി പ്രസിഡന്റിൻ്റെ പ്രഭാഷണം ഉണ്ടാവും, പിറ്റേന്ന് പതാക ഉയർത്തിയിട്ട് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രഭാഷണം ഉണ്ടാവും. നാളിതുവരെ 78 കൊല്ലമായിട്ട് നടന്ന ഏതെങ്കിലും പ്രഭാഷണത്തിൽ ദാക്ഷായണി വേലായുധൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ച് പോകേണ്ടതാണ്. നമ്മുടെ ഒന്നും കേൾവിയിലില്ല, അറിവിലില്ല. അതുകൊണ്ട് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് കേരളത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു വലിയ ചരിത്ര നിർമ്മാണം തന്നെയാണ്. അത് ചരിത്രപരമാണ്, അത് ചെറിയ കാര്യമല്ല. അത് എല്ലാ മേഖലയിലും അന്വേഷിക്കേണ്ടതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് നരേന്ദ്രമോദി കേരളത്തോട് കാണിച്ച വലിയ ആദരവാണ്. ഒന്ന്, അതായത് മറന്നുപോയവർ നമ്മൾ ഓർക്കണം, ദാക്ഷായണി വേലായുധൻ ഇത്രയും വലിയൊരു ആളാണെന്ന് നിങ്ങൾ എന്താണ് മറന്നുപോകുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൂടിയല്ലേ. അതെ, നരേന്ദ്രമോദി പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണിക്കാറുണ്ട് കേട്ടോ. അത് പലരും നമ്മളിപ്പോൾ നമ്മുടെ ബുദ്ധിജീവി നാട്യത്തിനിടയിൽ മറന്നു പോകുന്നൊരു കാര്യമാണ്. നമ്മുടെ PN പണിക്കരുണ്ടല്ലോ, PN പണിക്കരാണ് കാൻഫെഡിൻ്റെ, സാക്ഷരതാ മൂവ്മെൻറ്റിൻ്റെ, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സ്ഥാപകനാണ്. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നമ്മൾ ഈ വായനാ ദിനമായി ജൂൺ 16 അല്ലേ, ആണെന്ന് തോന്നുന്നു, ജൂൺ. അപ്പോൾ ഈ വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ, ആലപ്പുഴക്കാരനാണ്. അപ്പോൾ ഈ PN പണിക്കരെ കേരളത്തിൻ്റെ ഒരു സ്വത്താക്കി നമ്മുടെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഒരു കുടത്തിലിട്ട് അടച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 2016 നരേന്ദ്രമോദി വന്നതിന് ശേഷം 2016 മുതൽ PN പണിക്കരുടെ ചരമദിനത്തെ ദേശീയ ദിനമാക്കി മാറ്റി. നമ്മൾ അതുവരെ വായനാ ദിനം, വായനാ വാരം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നതിനെ നരേന്ദ്രമോദി വായനാ മാസമാക്കി മാറ്റി. ദേശീയ തലത്തിൽ ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ ജൂൺ 16 മുതൽ, ഇപ്പോൾ ഈ PN പണിക്കരുടെ ചരമദിനം മുതൽ ഒരു മാസക്കാലം ദേശീയ തലത്തിൽ വായനാ മാസമാണ്. അത് PN പണിക്കരുടെ ഓർമ്മയ്ക്കാണ്. അത് കേരളത്തിന് കിട്ടിയ വലിയ ട്രിബ്യൂട്ടാണ്, നമ്മുടെ അക്ഷര സംസ്കാരത്തിനുള്ള വലിയ ബഹുമതിയാണ്. ഇത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. നരേന്ദ്രമോദി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഏതെങ്കിലും നല്ല കാര്യം പറഞ്ഞതിനെ കുറിച്ച് ആരെങ്കിലും പ്രശംസിച്ചുകൊണ്ട് പറയാൻ നമുക്ക് മടിയാണല്ലോ. നരേന്ദ്രമോദിയല്ലേ, അദ്ദേഹത്തെ വിമർശിക്കാനും. ഞാൻ പറയുന്നത് നല്ലതിനെ അംഗീകരിച്ചിട്ട് വേണ്ടേ വിമർശിക്കേണ്ടതിന് വിമർശിക്കാൻ. അപ്പോഴല്ലേ വിമർശനത്തിന് വിലയുണ്ടാവുള്ളൂ. പലപ്പോഴും നമ്മളത് ഓർക്കാറില്ല. APJ അബ്ദുൽ കലാമിനെ നമ്മളൊക്കെ വാഴ്ത്തും. APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കിയത് AB വാജ്പേയി ആയിരുന്നു, നമ്മൾ മറന്നും പോകും. അത് പറയാൻ മടിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ളൊരു ഏർപ്പാടുണ്ട്. അതുകൊണ്ട് അതിനുള്ളൊരു വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം. ഒരു വലിയ പുതിയ ചരിത്രമാണത്. ഇതൊരു തുടക്കമാകട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇത്തരത്തിൽ ഇപ്പോൾ ഈ മൻ കി ബാത്ത് പോലെയുള്ള പരിപാടികൾ പ്രധാനമന്ത്രി സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ പരിപാടിയിലൊക്കെ തന്നെ ഇത് കേരളത്തിൽ അറിയപ്പെടാത്ത എന്നാൽ വളരെ പ്രാധാന്യമുള്ളവരെയൊക്കെ പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ മാറി മാറി വരുന്ന കേരളത്തിലെ സർക്കാരുകൾക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് അർഹമായ അംഗീകാരം നൽകാൻ പറ്റാത്തത്? അവിടെയാണ് BJPയുടെ ഒരു പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലെത്തിക്കാനായിട്ട്, അത് മൻ കി ബാത്തിലൂടെ ആയിക്കോട്ടെ, സ്വാതന്ത്ര്യദിന പരേഡിൽ നടക്കുന്ന പ്രസംഗത്തിലൂടെ ആയിക്കോട്ടെ, ഒക്കെ കൃത്യമായി ഒരു സന്ദേശം നൽകുന്നുണ്ട്. ഇത് സാധാരണക്കാരായ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഈ കേരളത്തിൻ്റെ ഈ അന്ധമായ രാഷ്ട്രീയ വിരോധങ്ങൾക്കിടയിൽ നമ്മൾ മറന്നുപോകുന്ന ചിലതിനെ ഓർമ്മിപ്പിക്കാൻ നല്ലതാണ്. മാത്രമല്ല കേരളത്തിൻ്റെ അജണ്ട നിർണ്ണയിക്കുന്നതിൽ അത് BJPക്കും എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗത്തിലെ ദാക്ഷായണി വേലായുധൻ എന്ന പ്രയോഗം പോലും BJPക്ക് പോലും ഒരു പാഠമാണ്. കേരളത്തിൽ BJP സ്വീകരിക്കേണ്ട സ്ട്രാറ്റജി ഈ അഖിലേന്ത്യാ തലത്തിലുള്ള ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ പൊളിറ്റിക്സ് അല്ല. ഇവിടെ ജാതികൾക്കിടയിൽ, മതങ്ങൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിലൊക്കെ ദേശീയ പ്രാധാന്യമുള്ള വലിയ മനുഷ്യരുണ്ട്. അവരെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഓർക്കേണ്ടവരെ ഓർക്കാൻ മലയാളി മറന്നുപോകുന്നു എന്ന വലിയ പാഠമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ മനസ്സുകൊണ്ട്, നിറഞ്ഞ മനസ്സോടെ മുഴുവൻ മലയാളികളും ചേർന്ന് അക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.